നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ വന്നു ചേരും. എന്നാൽ ആ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും അസാധ്യമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ തൊടുകുറിയിലൂടെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്നത് 2 ദേവീ ചിത്രങ്ങളാണ്. ഈ 2 ദേവിമാരിൽ ഒരു ദേവിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും മനസ്സിൽ എപ്പോഴും വിചാരിക്കാത്തതായ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ 2 ദേവിമാരിൽ ഒരു ദേവിയെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും മറ്റു ചില കാര്യങ്ങളും മനസ്സിലാക്കാം. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മയുടെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. പ്രധാനമായും ഈ ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ അത് നടക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പല തടസ്സങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും എന്നതാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെ പരിഹസിക്കുന്നതായ രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറും. എന്നാൽ അതിൽ തളർന്ന് നിങ്ങൾ പിന്മാറരുത് എന്നാണ് പറയുവാൻ സാധിക്കുക. അത്തരത്തിൽ പിന്മാറുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യതകൾ പിന്നീട് തുലോം കുറവായി മാറും. പിന്നീട് ശ്രമിക്കുകയാണ് എങ്കിലും ആ സാധ്യതകൾക്ക് പല കാരണങ്ങളാൽ മങ്ങലേൽക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ അമ്മയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ തീർച്ചയായും അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾ നിരവധിയാർന്ന് അനുഭവിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നടക്കുന്നു, എനിക്ക് നടക്കുന്നില്ലല്ലോ എന്ന ചിന്ത മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായ സമയത്ത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് പരിശ്രമങ്ങൾ മാത്രമാണ്. തീർച്ചയായും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഉയർച്ചയും നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. ജോലിയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല വ്യക്തികളുമായി തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് കുടുംബാംഗങ്ങളാണ്, സഹോദരങ്ങളാണ് എന്നിരുന്നാൽ പോലും, സുഹൃത്തുക്കളാണ് എന്നിരുന്നാൽ പോലും ഒരുമിച്ച് വീണ്ടും താമസിക്കുവാനും ഇടപഴകുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. എപ്പോഴും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ ഇടപെട്ട് പല രീതിയിലും നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നടക്കില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആർക്കും തകർക്കുവാൻ അത്തരത്തിൽ സാധിക്കില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പല രീതിയിലുള്ള തർക്കങ്ങൾ, കലഹങ്ങൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ആ തർക്കങ്ങൾ വലുതാകണ്ടല്ലോ എന്ന ധാരണയിൽ നിങ്ങൾ പലപ്പോഴും മാറി നിന്നിട്ടുണ്ട്. എന്നിരുന്നാലും പ്രശ്നങ്ങൾ വഷളാകുന്ന അവസരമാണ് ഉള്ളത്. എന്നാൽ ധൈര്യമായി മുൻപോട്ട് പോവുക എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുന്നത്. കടബാധ്യതകൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കൈകളിലേക്ക് ധനം വന്നു ചേരാത്തതായ അവസ്ഥകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ദേവിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പല അമൂല്യമായ ബന്ധങ്ങളെയും തകർക്കുവാൻ
പലരും അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് അതിനിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ നിങ്ങൾക്ക് ഇത് ബാധകമല്ലാത്ത അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ ഇപ്പോൾ ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കഷ്ടതകൾ അനുഭവിച്ച് വളർന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ കാര്യം നിങ്ങൾ എപ്പോഴും സ്മരിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ ഇപ്പോഴും പല കഷ്ടതകളുമുണ്ട്. എന്നാൽ മുൻപത്തെ അപേക്ഷിച്ച് അല്പം വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രകടമാകും. അത് നിങ്ങൾക്കുള്ള ഒരു സൂചന തന്നെയായി മാറും എന്ന കാര്യവും ഓർക്കുക. അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ആരംഭിക്കും. തീർച്ചയായും ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ദേവി ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ഇപ്പോൾ തൊടുകുറി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മനസ്സിൽ തോന്നിയ ആ ആഗ്രഹം നടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ അല്പം കുറവാണ് എന്ന് തന്നെ പറയാം. കാലതാമസങ്ങൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് നടക്കില്ല എന്നല്ല, കാലതാമസം നേരിടേണ്ടി വരും എന്നാണ്. അതിനർത്ഥം നിങ്ങൾ പരിശ്രമം ഉപേക്ഷിക്കണം എന്നല്ല, പരിശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അല്പകാലത്തിന് ശേഷം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആ ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് നടക്കുക തന്നെ ചെയ്യും. പലരും പലതും പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്നും പിന്മാറ്റുവാൻ ശ്രമങ്ങൾ നടത്തും. എന്നാൽ അതിൽ ഉറച്ചു നിന്ന് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ മാത്രമേ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത് നടന്നില്ല എന്ന നിരാശ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. പ്രവർത്തിക്കാനുള്ള സമയമാണ്, ശ്രമിക്കാനുള്ള സമയമാണ്. ശ്രമിക്കുക. പരിശ്രമം വിജയം കാണും എന്ന കാര്യം തീർച്ച തന്നെയാണ്. നിങ്ങൾക്ക് ഈശ്വരാധീനമുള്ള വ്യക്തികളാകുന്നു. നിങ്ങൾക്കിടയിൽ പലപ്പോഴും അത് പല വ്യക്തികൾക്കിടയിലുമാണ് എങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങളെ പലപ്പോഴും തകർക്കുന്നതായ കാര്യമാണ്. ജീവിതത്തിൽ അത്തരത്തിൽ നിരവധി വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെയാണ്. പല പ്രശ്നങ്ങൾക്കിടയിലും അത് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ പലർക്കും അത്ഭുതം തന്നെയുണ്ട്. ഒരേ അഭിപ്രായങ്ങൾ തന്നെ പലപ്പോഴും ഉണ്ടാകാത്ത അവസ്ഥ നിങ്ങൾക്കിടയിലുണ്ട്. അത് നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കിടയിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നവരാണ് എങ്കിൽ പോലും അധികം സംസാരിക്കാത്തവരാണ് എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. പലപ്പോഴും നിങ്ങൾ പുറകിലാണ് നിൽക്കുന്നത്. എന്നാൽ ഒരിക്കലും നിങ്ങൾ എപ്പോഴും പുറകിൽ മാത്രമായി നിൽക്കരുത്. മുന്നിലേക്ക് വരാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നവരാണ്. ശ്രമിച്ചാൽ നടക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ഒരിക്കലും അത്തരത്തിലൊരു അവസ്ഥയിൽ നിങ്ങൾ സ്ഥിരമായി നിലനിൽക്കുവാൻ പാടുള്ളതല്ല. മുന്നിൽ നിന്ന് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് കാര്യവും മുന്നിൽ നിന്നും നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാണ്. മറ്റൊരു വ്യക്തിയുടെ പിന്തുണ ഇല്ലാതെ പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുത്ത് വിജയിക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വേണം. അത് നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. സമയം കണ്ടെത്തി നൽകുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാണ്. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ നിങ്ങൾക്ക് സമയം അനിവാര്യം തന്നെയാണ്. പല കാര്യങ്ങളും സമയം കണ്ടെത്തി തന്നെ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. മനസ്സിലെ പല കാര്യങ്ങളും തുറന്ന് പറയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. തുറന്ന് പറയുക. അത് ആരോടാണ് എങ്കിൽ പോലും തുറന്ന് പറഞ്ഞ് നിങ്ങൾ മുൻപോട്ട് പോവുക. നല്ല ആശയവിനിമയം നിങ്ങൾക്ക് ഏവരുമായിട്ടും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ കാര്യവും ചിന്തിക്കുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉയരണം എന്ന് ചിന്തിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ. അത് വിജയം കാണും എന്ന് തന്നെ പറയാം.
പുറമേ കാണിച്ചില്ല എങ്കിലും ഏവരോടും വളരെയധികം ഇഷ്ടവും അനുകമ്പയുമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കാരണം നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ, സത്യസന്ധരാണ് നിങ്ങൾ, മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദേവീ കടാക്ഷമുണ്ട്. ദേവിയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു ചേരും.